إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെയൊക്കെ ഐഹിക ജീവിതത്തിൽ പലർക്കും വിധേയരായും കീഴ്പ്പെട്ടും ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. നാം ആർക്കൊക്കെ വിധേയരായി കീഴ്പ്പെട്ടും അനുസരിച്ചും ജീവിക്കുന്നുവോ അവർക്ക് നമ്മെക്കാൾ ചില പ്രത്യേകതകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഒരു വചനം സൂറത്തു സുഖ്റുഫിൽ നമുക്ക് കാണാൻ കഴിയും. വറഫഅനാ ബഅളഹും ഫൗക ബഅളിൻ ദറജാതിൻ ലിയത്തഖിദ ബഅളുഹും ബഅളൻ സുഖ്രിയ. നാം ആർക്കൊക്കെ വിധേയരായി ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുന്നുവോ അതിനവർക്കുള്ള പ്രത്യേകതയായി അള്ളാഹു പറഞ്ഞത് അവർക്ക് ചില പദവികൾ നാം ഉയർത്തി നൽകിയിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ അവർ നമ്മുടെ മാതാപിതാക്കളാകാം, പ്രായം കൊണ്ട് മുതിർന്നവരാകാം, നമ്മുടെ മേലുദ്യോഗസ്ഥരാകാം, അതുപോലെ അറിവ് നേടിയവരാകാം. ഇവരെയൊക്കെ നാം ബഹുമാനിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചം സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച, മറ്റു ജീവജാലങ്ങളെക്കാൾ നമുക്ക് മാത്രം ആദരവും ബഹുമാനവും നൽകിയ അള്ളാഹുവിന് വിധേയനായി അവനെ കീഴ്പ്പെട്ട് അവനെ അനുസരിച്ച് ജീവിക്കാൻ നാം എത്രത്തോളം ബാധ്യസ്ഥരാണ് എന്നത് ഓർത്തു നോക്കുക. ഇക്കാര്യമാണ് വിശുദ്ധ ഖുർആനിലെ മിക്ക വചനങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ലുൻ ലഹു ഖാനിതൂൻ. അവൻ്റേതാണ്, അവനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം. എല്ലാം അവന് കീഴ്പ്പെട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു. അവനാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഹുവ അഹ്വനു അലൈഹി. അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. ശേഷം അല്ലാഹു ഉണർത്തി, വലഹുൽ മസലുൽ അഅ്ലാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. അവനാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉന്നതമായ അവസ്ഥയുള്ളത്. അവൻ അസീസാണ്, ഹക്കീമാണ്. അല്ലാഹുവിൽ നാം നിരുപാധികം വിശ്വസിക്കണം എന്നതിന് ഈ വചനം മാത്രം മതി നമുക്ക് തെളിവായി. ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്.
ലഹു മാ ഫിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ്സറ. അള്ളാഹുവിൻ്റെതാണ് ആകാശങ്ങളിലും ഭൂമിയിലും അവക്കിടയിലുള്ളതെല്ലാം. വമാ തഹ്തസ്സറ, മണ്ണിനടിയിലുള്ളതും അവൻ്റേതാണ്. എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകണം, മറ്റാർക്കും അതിന് അർഹതയില്ല എന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ എന്ന് അള്ളാഹു സൂറത്തു മറിയമിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. അള്ളാഹു ആകാശഭൂമികളുടെയും അവയിലടങ്ങിയ മുഴുവൻ ചരാചരങ്ങളുടെയും റബ്ബാൻ. അവയെ സൃഷ്ടിച്ച, അവയെ ഉടമപ്പെടുത്തുന്ന, അവയെ നിയന്ത്രിക്കുന്ന, അവർക്ക് വേണ്ട റിസ്ക്, വായു, വെള്ളം, അന്നം, ആരോഗ്യം, ആഫിയത്ത്, സമ്പത്ത് എന്നിത്യാദി എല്ലാ റിസ്കുകളും നൽകുന്ന അള്ളാഹു മാത്രമാണ് അത്. അതുകൊണ്ട് തന്നെ അവന് മാത്രം ഇബാദത്ത് ചെയ്യൂ. ആ ഇബാദത്തിൽ ക്ഷമയോടെ നിലകൊള്ളണം. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത മറ്റാരെങ്കിലും നിനക്കറിയുമോ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. മനുഷ്യൻ നേടേണ്ട ശുദ്ധ പ്രകൃതി എന്നത് ഇതാണ്. ശുദ്ധ പ്രകൃതി മാത്രമല്ല, അവൻ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വിശുദ്ധമായ ആദർശവും ഇതുതന്നെയാണ്. ഒരു മനുഷ്യൻ്റെ വിശുദ്ധി എന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയവിശുദ്ധി നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇബാദത്തുകൾക്ക് മുമ്പിലും അനിവാര്യമായ കാര്യവുമാണ്. നമുക്കറിയാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ അന്യോന്യമായ കറകളഞ്ഞ വിശുദ്ധ ഹൃദയത്തോടുകൂടി ആരാണ് എത്തിയത്, അവന് മാത്രമാണ് ആ പരലോകം പ്രയോജനപ്പെടുക എന്നാണല്ലോ ആ പ്രാർത്ഥനയിലുള്ളത്. മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ല ഒരു മനുഷ്യന്റെ ഹൃദയം വിശുദ്ധമാകാൻ ആദ്യമായി ആ ഹൃദയത്തിൽ പ്രവേശിക്കേണ്ട 3 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ഖൽബുസ് സലീം അൻ യഅലമ അന്നല്ലാഹ ഹഖ്ഖുൻ വഅന്ന അസ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ഒരു മനുഷ്യ ഹൃദയത്തിൽ ആദ്യം കടക്കേണ്ട 3 കാര്യങ്ങൾ ഇതാണ് മനുഷ്യ ഹൃദയത്തെ വിമലീകരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്. എന്താണത്? ഒരു മനുഷ്യൻ അറിയലാണ് അള്ളാഹു മാത്രമാണ് ഹക്കായുള്ളവൻ. വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, അന്ത്യസമയം, അന്ത്യനാൾ ഒരു സംശയവും വേണ്ട, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറാളികളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, മരണപ്പെട്ടവർ അള്ളാഹു ജീവിപ്പിക്കും. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യ ഹൃദയത്തിൽ കയറിയാൽ ആ മനുഷ്യ ഹൃദയമാണ് ഖൽബുൻ സലീം. ആ ഖൽബുൻ സലീമായ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശുദ്ധ പ്രകൃതിയിലാണ്, ഈ ശുദ്ധ പ്രകൃതി അംഗീകരിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും ഭൂമുഖത്ത് ജനിച്ചു വീഴുന്നതും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ഏതൊരു ശിശുവും ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. നേരത്തെ പറഞ്ഞ അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി അംഗീകരിച്ചുകൊണ്ടാണ് ഏതൊരു ശിശുവും ഭൂമുഖത്ത് ജനിച്ചു വീഴുന്നത്. പക്ഷെ അവൻ്റെ സാഹചര്യങ്ങൾ അവനെ ജൂതനാക്കുന്നു, അവനെ ക്രൈസ്തവനാക്കുന്നു, അവനെ മജൂസിയാക്കുന്നു, അഗ്നി ആരാധകനാക്കുന്നു, അവനെ ശിർക്കിലേക്ക് എത്തിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു അലസ്തു ബി റബ്ബിക്കും വഅഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹിദ്ന. അല്ലാഹു സ്വയം സാക്ഷി നിന്ന് അവരെ സാക്ഷ്യപ്പെടുത്തി, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ച നിലയിലാണ് ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. അതെന്തിനാണ്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഇത്തരമൊരു ശരിയായ ഹക്കിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, കേട്ടില്ലല്ലോ എന്ന് പരലോകത്ത് വെച്ച് പറയാതിരിക്കാനാണ് എന്ന കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള റബ്ബിനെ ചോദ്യം ചെയ്യാതെ നിരുപാധികം
അവൻ അംഗീകരിക്കേണ്ട, അവന് വിശ്വസിക്കേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. അൽ ഹഖ്ഖു മിർ റബ്ബിക്, ഹഖ് എന്നത് നിന്റെ റബ്ബിൽ നിന്ന് മാത്രമാണ്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, അതുകൊണ്ട് സംശയാലുക്കളിൽ നീ പെട്ടുപോകരുത് എന്നാണ്. ഈ സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഗ്യവാനായി നമ്മൾ ഓരോരുത്തരും മാറണം. നബിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ ഈ പരമമായ സത്യം അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് പിശാച് അതിലെ ഫിതനയുണ്ടാക്കാൻ ശ്രമിച്ച കാര്യവും, അങ്ങനെ സത്യനിഷേധികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും ആ പിശാചുണ്ടാക്കിയ വസ്വാസിൽപ്പെട്ട് അള്ളാഹുവിനെ സംശയിക്കുന്ന, അവന്റെ ദീനീ കാര്യങ്ങളെ സംശയിക്കുന്ന അവസ്ഥ വരും എന്നൊക്കെ സൂറത്തു ഹജ്ജിൽ ഇങ്ങനെ വിശദീകരിച്ചത് കാണാം. അവിടെ അള്ളാഹു പ്രത്യേകം പറഞ്ഞത് അള്ളാഹു അവതരിപ്പിക്കുന്ന സത്യം ഉൾക്കൊള്ളുന്നവരുടെ പ്രത്യേകതയാണ്. വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഫയുമിനു ബിഹി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും. അറിവ് നൽകപ്പെട്ട ആളുകൾ അവര് വിശ്വസിക്കും. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, യഥാർത്ഥ സത്യം നിന്റെ റബ്ബിൽ നിന്ന് മാത്രമാണ്. ഫയുമിനു ബിഹി, ആ സത്യത്തിന് അവർ കീഴ്പ്പെട്ട് വിശ്വസിക്കും. ഫതുഖ്ബിത ലഹു ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടും. വ ഇന്നല്ലാഹ ലഹാദിൽ ലദീന ആമനു ഇലാ സിറാത്തി മുസ്തഖീം, അങ്ങനെ വിശ്വസിച്ചവരെയാണ് അള്ളാഹു അവന്റെ നേരായ പാതയിലേക്ക് വഴി നടത്തുന്നത് എന്ന കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തി, വലാ യസാലുൽ ലദീന കഫറു ഫീ മിരിയത്തിൻ മിൻഹു ഹത്താ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം. പൊടുന്നനെ അന്ത്യസമയം സംഭവിക്കുന്നതുവരെ, അല്ലെങ്കിൽ വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ വരുന്നതുവരെ സത്യനിഷേധികളും അതുപോലെ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഈ സത്യം ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരായ നാം ഏറ്റവും ദുർബലരാണ്. ബുദ്ധിയിലും കഴിവിലും അറിവിലും ഒട്ടേറെ പരിമിതികളുള്ളവരാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വാക്കായിട്ടല്ല സത്യം വരേണ്ടത്. അള്ളാഹു അതാണ് വിശുദ്ധ സൂറത്തുൽ മുഅ്മിനൂനിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന. സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുന്ന അവസ്ഥ വന്നാൽ ആകാശങ്ങളും ഭൂമിയും അതിലടങ്ങിയതും ആകെ കുഴപ്പത്തിലാകും. മറിച്ചെന്താ അള്ളാഹു നിശ്ചയിച്ച കാര്യം? ബൽ അതൈനാഹും ബിദിക്രിഹിം ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. അവർക്ക് വേണ്ട ഉത്ബോധനവുമായി നാം വന്നു, പക്ഷെ ആ ഉത്ബോധനത്തിൽ നിന്ന് ഭൂരിപക്ഷ മനുഷ്യരും അകന്നുപോയി എന്നാണ്. അല്ലാമത്തു നാസിറു സഅദി റഹിമഹുല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണും. എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? സത്യം അവരുടെ തന്നിഷ്ടങ്ങളെ പിന്തുടർന്നാൽ ലോകമാകെ തകരുമെന്നാണ് പറഞ്ഞത്. എന്താ കാരണം? മനുഷ്യബുദ്ധി എന്നത് മുതഅല്ലിഖത്തും ബിൽളുൽമി വൽ കുഫ്രി വൽ ഫസാദി ബിൽ അഖ്ലാഖി വൽ അഅമാൽ. അതായത് മനുഷ്യബുദ്ധിയിൽ അക്രമവാസന, അതുപോലെ കുഫ്ർ സത്യനിഷേധം, അതുപോലെ തെറ്റായ കാര്യങ്ങളൊക്കെ ബന്ധിക്കപ്പെട്ടതാണ് മനുഷ്യബുദ്ധി. അങ്ങനെ ദുഷ്ചെയ്തികളും ദുഷ്പ്രവർത്തനങ്ങളും അതിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധിയിൽ നിന്ന് ശരിയായ ഒരു സത്യം വരിക എന്നത് അത് നടക്കാത്ത കാര്യമാണ്. അത് ആരിൽ നിന്ന് വരണം? അൽ ഹഖ്ഖു മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നാണ് പരമമായ യാഥാർത്ഥ്യം. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, ആ സത്യത്തിന് കീഴ്പ്പെടുക. അള്ളാഹു അങ്ങനെ വഹയിലൂടെ അവതരിപ്പിച്ച കാര്യങ്ങളെ നിരുപാധികം അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഒരിക്കലതാ ജൂതന്മാർ സംഘടിച്ചു വന്ന് മുശ്രിക്കുകളോട് ചോദിക്കുന്നുണ്ട്, അൻ ശഅനി മുഹമ്മദിൻ വ അഹ്വാലിഹി, എന്താ മുഹമ്മദിന്റെ അവസ്ഥ, അവന്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? അങ്ങനെ ജൂതന്മാര് ഖുറൈശികളോട് പറയാണ്, നിങ്ങൾ സലു മുഹമ്മദൻ അനി റൂഹ്, മുഹമ്മദിനോട് റൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് അവർ ചോദിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ ചോദ്യം കേട്ടപ്പോൾ കുറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. കാരണം ദീനീ കാര്യങ്ങളാണ്, വഹയില്ലാതെ സംസാരിക്കാൻ കഴിയില്ല. പിന്നെ വഹി വന്നു, കൃത്യമായ മറുപടി വഹിയിലൂടെ അല്ലാഹു കൊടുത്തു. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, അവരോട് പറയാ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എൻ്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾക്കൊരെത്തും പിടിയുമെത്താത്ത, നിങ്ങളുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും ചിന്തിച്ച് പിടുത്തം കിട്ടാത്ത കാര്യമാണ് ആത്മാവ് എന്നത്.
എന്നിട്ട് അല്ലാഹു അവിടെ പറഞ്ഞു, വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അല്പം മാത്രം അറിവ് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. അള്ളാഹു ഏകനാണ്, അവനാണ് കഴിവുള്ളവൻ എന്നറിയാൻ ഒരുപാട് തെളിവുകളുണ്ട്. ലബീദ് ഇബ്നു റബീഅ എന്ന സ്വഹാബി, അദ്ദേഹം ജാഹിലിയ്യ കാലത്ത് കവിയായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന ശേഷം അദ്ദേഹം ചൊല്ലിയ കവിതാ ശകലങ്ങൾ കാണും. വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വതസ്കീനത്തിൻ അബദൻ ഷാഹിദു. ഏതൊരു വസ്തുവിലും നിനക്കൊരു തെളിവ് കാണും. എന്താ തെളിവ്? അലാ അന്നഹു വാഹിദ്, അള്ളാഹു ഏകനാണ്, സർവജ്ഞനാണ്, കഴിവുള്ളവനാണ്. വലില്ലാഹി ഫീ കുല്ലി തഹരീകത്തിൻ വതസ്കീനത്തിൻ അബദൻ ഷാഹിദു. ഏതൊരു ചലനത്തിലും ഏതൊരടക്കത്തിലും അള്ളാഹുവിന് സാക്ഷി പറയുന്ന, അവൻ ഏകനാണെന്നറിയിക്കുന്ന തെളിവുകളുണ്ട് എന്നതാണ്. ആ തെളിവുകളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, ചിന്തിക്കാം. എന്നിട്ട് അവന്റെ മാർഗത്തിൽ എത്തിപ്പെട്ടാൽ സമിഅനാ വ അത്വഅനാ എന്ന നിലപാടിലേക്ക് സത്യവിശ്വാസികൾ എത്തണം. ഒരിക്കൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി. ആ ഭക്ഷണം തന്റെ കൂട്ടുകാരോടൊപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അറാബി അതിനടുത്തുകൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തെ കൂടി ക്ഷണിച്ചു ഭക്ഷണത്തിന്. അറാബി കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണശേഷം ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മൾ ഒരുക്കിയ ഭക്ഷണമെന്ന്? നല്ല ഭക്ഷണമല്ലേ നിങ്ങൾ കഴിച്ചത് എന്ന്. അതിൽ ആ അറാബിയായ ആ മനുഷ്യൻ പോലും കൊടുത്ത റബ്ബിനെ കുറിച്ചുള്ള തെളിവ് അദ്ദേഹത്തിന്റെ വാക്കിൽ കാണാം. വല്ലാഹി മാ ത്വയ്യബഹു ഖബ്ബാസുക വലാ ത്വബ്ബാഹുക. ഈ ഭക്ഷണത്തെ ഏറ്റവും വിശിഷ്ടമാക്കിയ, നന്നാക്കിയത് താങ്കളുടെ റൊട്ടിക്കാരനോ താങ്കളുടെ പാചകക്കാരനോ അല്ല. വലാകിൻ ത്വയ്യബതുഹുൽ ആഫിയ. ഈ ഭക്ഷണം നമുക്ക് നല്ലതായി അനുഭവപ്പെടാൻ കാരണം ആഫിയത്ത് തന്ന അള്ളാഹുവാണ്. വൽ ആഫിയത്തു മിനല്ലാഹ്, ആഫിയത്ത് അള്ളാഹുവിൽ നിന്നാണല്ലോ എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാറ്റിലും റബ്ബിന്റെ കഴിവും റബ്ബിന്റെ അനുഗ്രഹങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ റബ്ബിനെ അറിയലാണ് ഈ ജീവിതത്തിലെ മുഖ്യ വിഷയമെന്നറിയുക. ആ റബ്ബിൽ പൂർണ്ണ വിശ്വാസികളായി നമ്മൾ ജീവിക്കുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ശരിയായ വിശ്വാസം നേടി ആ വിശ്വാസത്തിൽ ഊന്നിയ ഒരു തർബിയത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മളെല്ലാം. മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മുടെ പ്രത്യേകത ശരിയായ വിശ്വാസികളായി മാറുക. ആ വിശ്വാസത്തിൽ ഊന്നിയ ഒരു തർബിയത്ത്, ഒരു വളർച്ച, ഒരു സംസ്കാരം നമ്മളൊക്കെ നേടിയെടുക്കണം. നമ്മുടെ മക്കളൊക്കെ ഈ വെക്കേഷൻ കാലത്ത് ഒരുപക്ഷെ കൂടുതൽ അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മോടൊപ്പമുണ്ട്. വീടുകളിൽ നിന്ന് ഒരു ഇസ്ലാമിക ശിക്ഷണം വീട്ടിലുള്ളവർ, മുതിർന്നവർ, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുമ്പോഴാണ് ഈ ദീനിനോട് പ്രിയമുള്ള, പരലോക ബോധമുള്ള മക്കളായി അവർ വളരുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകകളാകാനാണ് ഈ കാലയളവിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താൻ. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിയുടെ കൂടെ ചെറുപ്പത്തിൽ വളർന്ന ഉമർ ഇബ്നു അബീ സലമ, അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ കാനത്ത് യദീ തതീഷു ഫി സഹഫ, ഭക്ഷണത്തളികയിൽ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, സമ്മില്ല. ഒരു പിതാവിനെ പോലെ ഉമർ ഇബ്നു നബി സലമയെ വളർത്തിയ റസൂലുള്ള മകനെ ഉപദേശിക്കുകയാണ്, പോറ്റുമകനെ ഉപദേശിക്കുകയാണ്. മോനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലണം. വക്കുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് മാത്രം തിന്നണം. വക്കുൽ മിമ്മാ യലീക്, നിന്റെ അടുത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കണം. ആ ഉമർ ഇബ്നു നബി സലമ റളിയല്ലാഹു അൻഹു മുതിർന്ന സ്വഹാബിയായി. അദ്ദേഹം തൻ്റെ വലുപ്പകാലത്ത്, തൻ്റെ മുതിർന്ന ആ കാലയളവിൽ കൂട്ടുകാരോട് പറയുന്നുണ്ട്, ഫമാ സാലത്തിൽ കത്ഉമതി ബഅദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ പരിശീലിപ്പിച്ച ആ ഭക്ഷണ മര്യാദയുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലുടനീളം പിന്നെ ഇങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് എന്ന്. ഈ ഒരു ശീലം നമ്മുടെ മക്കൾക്കുണ്ടാവണം, നമുക്കുമുണ്ടാകണം.
മറ്റൊരിക്കൽ സ്വഹാബികൾ വന്ന് റസൂലുള്ളയോട് പറഞ്ഞു, ഇന്നാ നഅ്കുലു വലാ നശ്ബഅ. റസൂലെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറഞ്ഞ ഒരവസ്ഥ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. അവർ റസൂലുള്ള അവരോട് പറഞ്ഞു, ഫലഅല്ലകും തഫ്തരികൂൻ, നിങ്ങൾ വേറിട്ട് ഒറ്റക്കൊറ്റക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഖാലൂ നഅം, അവർ പറഞ്ഞു അതെ. അവർ റസൂലുള്ള പറഞ്ഞു, ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഭക്ഷണത്തിൽ ഒന്നിക്കണം, നിങ്ങൾ ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിക്കണം. വദ്കുറുസ്മല്ലാ, ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കണം. യുബാറക് ലക്കും ഫീഹി, അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ബറക്കത്ത് നേടിയെടുക്കുമെന്ന്. ഇത്തരം ശീലങ്ങളൊക്കെ നമ്മുടെ ചെറിയ മക്കൾക്ക്, വീട്ടിലുള്ള മക്കൾക്ക് നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും മക്കൾക്ക് ഒരു ഇസ്ലാമിക ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനും എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുവഹിദായി മുഅ്മിനായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم اعتقنا من النار، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين، اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.